തെലങ്കാനയിലെ നാഗർകുർണൂൽ ജില്ലയിലെ ടണൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. അർദ്ധരാത്രിയോടെ സൈന്യത്തിന്റെ സംഘം ടണലിനകത്ത് എത്തി. 8 പേരാണ് ഈ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, 8 പേരാണ് ജീവന് വേണ്ടി പോരാടുന്നത്. ഇപ്പോൾ സൈന്യം ഏറ്റെടുക്കുമ്പോൾ എന്തെങ്കിലും പുരോഗതി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല ജയലക്ഷ്മി. 24 മണിക്കൂർ പിന്നിടുകയാണ് ഈ അപകടം നടന്നിട്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് സൈന്യം ഈ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. തെലങ്കാന ആന്ധ്ര സബ് ഏരിയയിലുള്ള പ്രത്യേക സംഘമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് ഇങ്ങനെയുള്ള ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച് മുൻപരിചയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ ടണലിനുള്ളിലേക്ക് കയറി അപകടം നടന്നതിൻ്റെ ഏതാണ്ട് അടുത്തേക്ക്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ടണലിൻ്റെ ഇടിഞ്ഞു വീണതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 5 മീറ്റർ അധികം ഭാഗത്ത് മേൽക്കൂര ഇടിഞ്ഞു വീണിട്ടുണ്ട്. അവിടുന്ന് മുന്നോട്ട് പോവുക അതീവ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ടണലിനുള്ളിൽ ഏതാണ്ട് അരയ്ക്കൊപ്പം പൊക്കത്തിൽ ഒരു ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളവും കാര്യമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ടണലിന് ഉള്ളിലേക്ക് ഈ ലൈറ്റ് സംവിധാനമൊക്കെ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക ഏറെ ശ്രമകരമായിരുന്നു. ഇന്നലെ രാത്രി ഇടതടവില്ലാതെ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടേക്ക് ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനും ചെളിയൊക്കെ അടിച്ചു കളയുന്നതിനും വേണ്ടി ഹോസുകളും വലിയ മോട്ടോറുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നു. ഇന്നലെ രാത്രിയും ഈ ടണലിനുള്ളിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നുള്ളതാണ് ഈ കമ്പനി ഉടമകളൊക്കെ, കമ്പനിയുടെ അധികൃതരൊക്കെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8 പേർ ജീവനോടെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യാശ തന്നെയാണ് ഈ കമ്പനിയും തെലങ്കാന സർക്കാരുമൊക്കെ പ്രകടിപ്പിക്കുന്നത്. നിലവിലേതായാലും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമീപകാലത്ത് വലിയ ഒരു അപകടം തന്നെയാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ചൂണ്ടിക്കാട്ടേണ്ടത്? എന്താണ് ജലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് ടണലിനകത്ത് 14 കിലോമീറ്റർ ദൂരത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ശ്രീശൈലം ഡാമിൻ്റെ റിസർവോയറിൽ നിന്ന് തുടങ്ങുന്ന ടണൽ 14 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ഈ മേൽക്കൂര തകർന്നു വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 8 തൊഴിലാളികൾ അതിൽ അകപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് പോകും തോറും ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തകർക്ക് അതിവേഗം മുന്നോട്ട് പോകുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടണലിനകത്ത് സ്വാഭാവികമായിട്ടും വെള്ളവുമുണ്ട്. പമ്പിംഗ് ഒക്കെ അവിടെ നിർത്തിവെച്ചിട്ടെങ്കിൽ പോലും വെള്ളം അതിനകത്തുണ്ട്. ഏതാണ്ട് 50 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു ടണലാണിത്. അതിൻ്റെ 14 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് 5 മീറ്ററോളം ഭാഗത്ത് ഈ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നത്. ഇനിയും തുടർ സ്ഥലങ്ങളിൽ, അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളിൽ മേൽക്കൂര ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സൈന്യം ഇന്നലെ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് എത്തിയത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായില്ല. അവർ പുറത്തു വന്ന് നൽകിയ വിവരമനുസരിച്ചാണ് ഇതിനകത്ത് ഇത്രയും വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. നിലവിലേതായാലും ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.